السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين. كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുവാനും സംസാരിക്കുവാനുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ടുന്ന ഏതാണ്ട് എല്ലാ മര്യാദകളും ഇതിനകം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് വിശദീകരിക്കുവാനുള്ളത് സുബഹിയാകുന്നതിൻ്റെ മുമ്പേ, പ്രഭാതമാകുന്നതിൻ്റെ മുമ്പേയുള്ള നമ്മുടെ എഴുന്നേൽപ്പും ആ സമയത്തുള്ള പ്രത്യേകതയും അതുപോലെ തന്നെ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പുണ്യകരമായ രാത്രിയിലെ ആ നിസ്കാരവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് 41ഓളം ക്ലാസ്സുകളിലൂടെയായി നമ്മൾ അവതരിപ്പിച്ച ഈ വിഷയം ഇന്നിവിടെ സമാപിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിരവധി അനവധി വചനങ്ങളിലൂടെയും ഏറെ പുണ്യം പറയുകയും മാഹാത്മ്യം വിശദീകരിക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് രാത്രിയിൽ എഴുന്നേറ്റുള്ള നിസ്കാരം എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരുമൊക്കെ ഏതാണ്ട് ഒരു കൊല്ലത്തോളം നിർബന്ധമായ നിലക്ക് തന്നെ നിസ്കരിച്ച നിസ്കാരമാണത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുസ്സമ്മിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്,
യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ മുസമ്മിൽ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, രാത്രിയിൽ അതിന്റെ വളരെ കുറച്ചു ഭാഗമല്ലാത്തതൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കൂ. നിസ്ഫഹു, അതിന്റെ പകുതി ഭാഗം, അതിൽ നിന്ന് അല്പം കുറവ്, അതല്ലെങ്കിൽ അതിനേക്കാൾ അധികരിപ്പിക്കുന്ന നിലക്ക്. വറത്തിലിൽ ഖുർആന തർതീലാ, ഖുർആനിനെ സാവകാശം പാരായണം ചെയ്യുകയും ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഏതാണ്ട് ഒരു കൊല്ലത്തോളം അവിടുന്ന് സഹാബിമാരുമൊക്കെ രാത്രിയിൽ വളരെ സുദീർഘമായിട്ടാണ് അവർ നമസ്കരിച്ചിരുന്നത്. പിന്നീട് അള്ളാഹു ആ വിഷയത്തിൽ ഒരു ഇളവ് അനുവദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിസ്കരിക്കുന്ന ആളുകളിൽ പലരും രോഗികളുണ്ടാവാം, പ്രയാസപ്പെടുന്നവരുണ്ടാകാം, ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് റബ്ബ് പിന്നെ അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് ആ സൂറത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്ന ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തും മിനല്ലദീന മഅക എന്ന് തുടങ്ങുന്ന വചനങ്ങളിലൂടെ നബിയെ താങ്കളുടെ പിന്നിലായിക്കൊണ്ട് താങ്കളോടൊപ്പം റബ്ബ് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന റബ്ബക യഅലമു, നിശ്ചയമായും താങ്കളുടെ റബ്ബ് അറിയുന്നുണ്ട്, നിശ്ചയമായും താങ്കൾ നിസ്കരിക്കുന്നുണ്ടെന്ന്. രാത്രിയുടെ 2/3 ഭാഗത്തേക്കാളും അതിനേക്കാൾ താഴെയും ചിലപ്പോൾ കൂടുതലും ഒക്കെയായിക്കൊണ്ട് താങ്കളും താങ്കളോടൊപ്പം ഒരു ഈ ഭാഗം ആളുകളും നിസ്കരിക്കുന്നുണ്ട് എന്ന് റബ്ബ് മനസ്സിലാക്കുന്നു. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസമുള്ളവരും രോഗികളും ബുദ്ധിമുട്ടുള്ളവരും കഷ്ടപ്പാടുള്ളവരുമൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് സൗകര്യമുള്ള അത്ര അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിട്ടുള്ളതില്ലെന്ന് നിങ്ങൾ പാരായണം ചെയ്തോളൂ എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരുമൊക്കെ ആദ്യകാലത്ത് ഏറെ പ്രയാസം സഹിച്ചുകൊണ്ട് ധാരാളം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ദൈർഘ്യമുള്ള നിസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും നിർവഹിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിസ്കാരത്തെപ്പറ്റി മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് പ്രസിദ്ധമാണ്. അവിടുന്നതാ കാലിൽ നീര് വരുവോളം നൃത്തത്തിന്റെ ദൈർഘ്യം കാരണത്താൽ കാലിൽ നീര് വന്ന് തടിക്കുന്നത് വരെ അവിടുന്ന് നിസ്കരിക്കുമ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു, എന്തിനിപ്രകാരം ചെയ്യുന്നു? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഒരു അബദ്ധങ്ങളും ബാക്കിയില്ലാത്ത നിലക്ക് എല്ലാം പൊറുക്കപ്പെട്ട മഹൽ വ്യക്തിത്വമല്ലേ അങ്ങന്ന്, പിന്നെ എന്തിനാണ് അങ്ങൊന്ന് ഇങ്ങനെ ഈ പ്രകാരം പ്രയാസപ്പെടുന്നതെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ റബ്ബിന് ഏറ്റവും കൂടുതൽ ധാരാളമായി നന്ദി ചെയ്യുന്ന ഒരടിമയാകാൻ ഇഷ്ടപ്പെടുന്നില്ലയോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ നിസ്കാരമാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ദൈർഘ്യമാണ്. ചിലപ്പോൾ രാത്രിയുടെ ഏതാണ്ട് ഒരു അല്പഭാഗം അല്ലാത്ത സമയം മുഴുവൻ നിസ്കരിക്കുകയാണ്. അക്സറുൽ ലൈൽ, രാത്രി ഏതാണ്ട് കുറഞ്ഞ ഭാഗം മാത്രമേ ഉറങ്ങുന്നുള്ളൂ, ബാക്കിയൊക്കെ നിസ്കരിക്കുകയാണ്. ചിലപ്പോൾ നിസ്ഫുൽ ലൈൽ, രാത്രിയുടെ പകുതിയും നിസ്കാരത്തിലാണ്. ചിലപ്പോൾ സുലുസുൽ ലൈൽ, രാത്രിയുടെ 1/3 ഭാഗം, അതിൽ കുറഞ്ഞുള്ള നിസ്കാരമില്ല. സഹാബിമാരും പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട്. അവര് പലരും ക്ഷീണിച്ചിട്ടുണ്ട് ആ നിസ്കാരത്തിന്റെ കാരണത്താൽ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാരൊക്കെ പറയുന്നുണ്ട്, മഹാനവറുകൾ ഒരിക്കൽ പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഒരിക്കൽ നിസ്കരിക്കാനങ്ങ് നിന്നു. ഫഖാമ തവീല, അല്ലാഹുവിന്റെ റസൂൽ ദീർഘമായി നിൽക്കുകയാണ്. ഹത്താ ഹമംതു ബിഅംരി സൂയിൻ, എന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തയൊക്കെ വരാൻ തുടങ്ങി.
അപ്പൊ എന്താ നിങ്ങൾക്ക് തോന്നിയത് എന്ന് ഇത് കേട്ട മറ്റാളുകൾ ചോദിച്ചപ്പോ അദ്ദേഹം പറയണ വേണ്ടാത്ത ചിന്ത പറഞ്ഞാൽ എന്താ, ഹമംതു അൻ അഖ്ഉദ വഅദഉ, ഞാൻ ഇരിക്കട്ടെ, എനിക്ക് നിൽക്കാൻ കഴിയൂല. അത്ര ദീർഘമായ നിസ്കാരം അള്ളാന്റെ റസൂല് നിർവഹിക്കുകയാണ്. മാത്രല്ല ഹുദൈഫ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരിക്കൽ അദ്ദേഹം നിന്ന് നിസ്കരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ട് സൂറത്തുൽ ബഖറ തുടങ്ങുകയാണ്. അൽ ബഖറ സൂറത്ത് തുടങ്ങിയപ്പോ വിചാരിച്ചു അൽ ബഖറ തീരുമ്പോ നിർത്തുമെന്ന്. തീർന്നില്ല, പിന്നെ ആലി ഇമ്രാനും ഓതുകയാണ്, പിന്നീട് നിസാവുമൊക്കെ ഓതുകയാണ്. പറയാൻ എത്ര എളുപ്പമാണ്, സൂറത്തുൽ ബഖറ, ആലി ഇമ്രാൻ, സൂറത്തുൽ നിസാ എന്നൊക്കെ പറയാൻ എത്ര എളുപ്പമാണ്. വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് എന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ, ഏകദേശം ഒരു 5.25 ജുസ് ഉണ്ടത്. 5.25 ജുസ്, ഒരു 50 ഏട്, 50 ഏടും 5 ജുസ് ആവുമ്പോ 50 ഏടായി. എത്രയായി? 10 100 പേജ്, പിന്നെ 4 ജുസ് വേറെയും. അപ്പൊ എത്രയായി? ഒരൊറ്റ റക്അത്തിലായി പറയുന്നത്. ഒരു റക്അത്തിൽ 5.25 ജുസ് ഒക്കെയാണ് പാരായണം ചെയ്തുകൊണ്ടുള്ള സുദീർഘമായ നൃത്തം. അത് തന്നെ എന്താണ് ആ നിസ്കാരത്തിന്റെ ഭംഗി. സ്പീഡിൽ ഓതിപ്പോവുകയല്ല. കുല്ലമാ അത്തത്ത് റഹ്മത്തൻ സഅല, ആ ആയത്തുകളിൽ റബ്ബിന്റെ കാരുണ്യം പറയുന്ന വചനങ്ങൾ വരുമ്പോ ഒത്തു നിർത്തിയിട്ട് റബ്ബിനോട്, ആ കാരുണ്യത്തിൽ നിന്ന് റബ്ബിനോട് തേടുന്നു. വകുല്ലമാ അത്തത്ത് ആയ തസ്ബീഹിൻ സബ്ബഹ, അള്ളാഹുവിനെ വാഴ്ത്തേണ്ടുന്ന ആയത്തുകൾ വരുമ്പോ റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. വകുല്ലമാ അത്തത്ത് ആയ വഈദ് തഅവ്വദ, അള്ളാഹുവിന്റെ കഠിനകഠോരമായ ശിക്ഷകളെക്കുറിച്ച്, താക്കീതുകളെക്കുറിച്ച്, ഗൗരവതരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോ അവിടുന്ന് നിർത്തിയിട്ട് അതിൽ നിന്ന് റബ്ബിനോട് കാവല് ചോദിച്ചുകൊണ്ടുള്ള നിസ്കാരം എത്ര ദൈർഘ്യമായ നിസ്കാരമായിരിക്കും. അതിനനുസരിച്ച് തന്നെ റുക്കൂഉം സുജൂദും ഒക്കെ ദീർഘിപ്പിക്കുന്നുമുണ്ട്. ഏതാണ്ട് നൃത്തത്തിനോടടുത്ത നിലക്ക് റുക്കൂഉണ്ട്, സുജൂദുണ്ട്. ഇങ്ങനെ ഒരു ഏകദേശം കണക്കുകൂട്ടി നോക്കുമ്പോൾ പണ്ഡിതന്മാര് പറയുന്നത് ഒരു 7 മണിക്കൂർ നീണ്ടു നിന്ന നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഞാൻ നിർവഹിക്കുകയാണെന്ന് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ എത്ര ദൈർഘ്യമേറിയ നിസ്കാരമാണ്, എത്ര ദൈർഘ്യമേറിയ നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണം എന്താണ്? ഞാൻ നന്ദിയുള്ളവനാകണ്ടയാണ്, അത്രയും അനുഗ്രഹിക്കപ്പെട്ടു. ഏതായി അനുഗ്രഹം? ഏതാണ് ഈ അനുഗ്രഹം? നമ്മളൊക്കെ വിചാരിക്കുന്ന നിഅമത്താണോ? നമ്മളൊക്കെ നിഅമത്തായിട്ട് എണ്ണുന്ന പണവും ദുന്യാവിന്റെ സൗകര്യങ്ങളുമൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകപ്പെട്ടിട്ടില്ല എന്നതല്ലേ ശരി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പ്രവാചകന്റെ ഭവനത്തിലെ ദാരിദ്ര്യം. ഒരു ഹിലാല് ഞങ്ങൾ കാണും, അഥവാ ഒരു മാസം ഉദിക്കും, പിറ്റേത്തെ മാസവും ഉദിക്കും. അങ്ങനെ 2-3 മാസങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചന്ദ്രപ്പിറവി കാണുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിന്റെ അകത്ത് അതേ പുക ഉയരാൻ, അടുപ്പിൽ നിന്ന് പുക ഉയരുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടേയില്ല. എന്താ പറയുന്നതിന്റെ അർത്ഥം? അടുപ്പിൽ വെച്ച് പാകം ചെയ്യാവുന്നൊരു ഭക്ഷണം അവിടുത്തെ വീട്ടിലില്ല. കാരക്കയും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് മാസങ്ങൾ തള്ളി നീക്കിയ പ്രവാചകന്റെ ഭവനം. എന്നിട്ടും നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, അവിടുന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴും അപ്പോഴും പറയുന്നത് എന്താണ്? ഏറെ കിട്ടിയവനാണ് ഞാൻ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. നമ്മൾ ഒരിക്കൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും. അവൻ നമുക്ക് ഭക്ഷണം നൽകിയവനാണ്, വെള്ളം നൽകിയവനാണ്, വേണ്ടത് നൽകി അനുഗ്രഹിച്ചവനാണ്, നമുക്ക് മതിയാവോളം നൽകിയവനാണ് എന്ന് റബ്ബിനെ സ്തുതിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിലെ രാത്രിയിലും ഉറങ്ങാൻ കിടന്നിരുന്നത്. ആ റസൂലുള്ളാഹിനെ എഴുന്നേറ്റിട്ട് 7 മണിക്കൂറൊക്കെ നിസ്കരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പറയാൻ എത്ര എളുപ്പമാണ്. ധാരാളം, നമ്മളൊക്കെ എത്ര നിഅമത്താണ് നമുക്ക് കിട്ടിയത്. നമ്മൾ വിചാരിക്കുന്ന നിഅമത്തൊന്നും കിട്ടാതെ അള്ളാന്റെ റസൂൽ 7 മണിക്കൂർ നിസ്കരിക്കുമ്പോൾ ഒരു 7 മിനിറ്റ് നമുക്ക് രാത്രി നിസ്കാരത്തിന് മനസ്സുണ്ടോ? എത്രത്തോളം പറ്റിയ ഒരു നേരമാണത്. ഇന്ന നാശിഅത്തൽ ലൈൽ ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ. നിശ്ചയമായും രാത്രിയിലെ ആ ഉണർന്നെഴുന്നേൽപ്പ്, ആ സമയത്തിനൊരു വല്ലാത്ത പ്രത്യേകതയാണ്.
ഇന്ന നാശിഅത്തൽ ലൈലി, രാത്രിയിലെ ഉണർന്നുള്ള എഴുന്നേൽപ്പ് അഥവാ സുബഹിയാകുന്നതിന്റെ മുമ്പുള്ള ആ രാത്രിയിലെ ഏതെങ്കിലും സമയത്തുള്ള ഉണർന്നെഴുന്നേൽപ്പ്, ഇന്ന നാശിഅത്തൽ ലൈൽ ഹിയ അശദ്ദു വത്ആ, ഏറ്റവും മനസ്സിന് വല്ലാത്ത ബലം നൽകുന്ന നേരമാണ്. ഇന്ന നാശിഅത്തൽ ലൈൽ ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ, ഏറ്റവും നല്ല ചൊവ്വേ മനസ്സിന് ചിന്തകൾ വരുന്ന, നല്ല നല്ല രൂപത്തിൽ മനസ്സിന് നല്ല ആശ്വാസം പകരുന്ന, ഏതു പ്രയാസവും പ്രതിസന്ധിയും മഞ്ഞുപോലെ ഉരുകിപ്പോകാൻ മാത്രം മനസ്സിന് സ്ഥൈര്യം പകരുന്ന നേരമാണത്. കാരണം ഈ സമയത്തിന്റെ പ്രത്യേകത പറയുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞ വചനം അതിന് തെളിവാണ്. ഇന്നാ സനുൽഖീ അലൈക ഖൗലൻ സഖീലാ, എന്നിട്ടാണ് പറഞ്ഞത് ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ, ഓ നബിയേ, താങ്കൾക്ക് നാം വഴിയെ ഇട്ടുതരാൻ പോവുകയാണ്, താങ്കളുടെ ഹൃദയത്തിലേക്ക് നാം ഇട്ടുതരാൻ പോവുകയാണ്. ഖൗലൻ സഖീലാ, ഏറ്റവും ഭാരപ്പെട്ട വാക്യങ്ങൾ. വിശുദ്ധ ഖുർആനിലെ ഇസ്ലാമിന്റെ ദഅവത്ത്, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുവാങ്ങുക, ആ ഖുർആനിന്റെ ആശയങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ ദഅവത്ത് നടത്തുക വല്ലാത്ത പ്രയാസമുള്ള സംഗതിയല്ലേ? അത്ര പ്രയാസമുള്ള സംഗതികൾ പോലും അതേ ഏതു പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മനസ്സിനെ അങ്ങ് തിരിച്ചു വെച്ചുകൊണ്ട് റബ്ബിനോട് വളരെ കൃത്യമായി പറഞ്ഞാൽ ആ സമയത്ത് ഉരുകിപ്പോകാത്ത വേദനകൾ ഉണ്ടാവില്ല, ആ സമയത്ത് ആശ്വാസം കിട്ടാത്ത മനുഷ്യരുണ്ടാവില്ല. അതുകൊണ്ടാണ് മഹാന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്ത് തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമആ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവരുടെ കിടപ്പ് സ്ഥാനങ്ങളിൽ നിന്ന് അവരുടെ ബോഡി അവര് മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അധികം ഉറങ്ങുന്നില്ല. രാത്രികളിൽ അവർ വളരെ കുറഞ്ഞേ ഉറങ്ങുന്നുള്ളൂ. അധിക സമയവും അവർ യദഊന റബ്ബഹും, തങ്ങളുടെ റബ്ബിനോട് ദുആ ഇരക്കുകയാണ്. ഖൗഫൻ വതമആ, പേടിച്ചിട്ടും ആഗ്രഹിച്ചുകൊണ്ടും. രാത്രിയിലെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞെടുത്ത് റബ്ബ് പറയുന്നത് അവര് പേടിച്ചു പ്രാർത്ഥിക്കുന്നു, ആഗ്രഹത്തോടെയും പ്രാർത്ഥിക്കുന്നു. എന്താണ് പേടിച്ചു പ്രാർത്ഥിക്കാൻ കാരണം? നമ്മുടെ തിന്മകളിലേക്ക്, റബ്ബേ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങളിലേക്ക് നോക്കുമ്പോ പേടിയാണ്, അത് പൊറുക്കപ്പെടാതെ പോകുമോ എന്ന പേടിയോടെ അവർ പ്രാർത്ഥിക്കുകയാണ്. അതേ അവസരത്തിൽ തന്നെ റബ്ബിന്റെ ഔദാര്യം വളരെ വിലപ്പെട്ടതാണല്ലോ, അതെനിക്ക് എന്റെ റബ്ബ് നൽകിയേക്കും എന്ന പ്രതീക്ഷയും മോഹവും അവരുടെ മനസ്സിലുണ്ട്. രണ്ടും മനസ്സിൽ വെച്ചുകൊണ്ടവർ പ്രാർത്ഥിക്കുന്നു. കാരണം ആ സമയത്ത് മുത്തഖീങ്ങളായ ആളുകളുടെ സ്വഭാവം അതായിരിക്കും. അവർക്ക് ആ സ്വർഗം അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും വലിയ രൂപത്തിലുള്ള കൺകുളിർമയും സൗകര്യങ്ങളുമൊന്നും എന്താണെന്ന് വിലയിരുത്താൻ കഴിയാത്തതാണ്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, അവർക്ക് റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള, സ്വകാര്യമാക്കി ഗോപ്യമാക്കി വെച്ചിട്ടുള്ള ആ നിഅമത്തുകളും അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളുമൊക്കെ എത്രയാണെന്ന് ഒരാൾക്കും അറിയാൻ കഴിയില്ല. അത്രത്തോളം വലിയ പ്രവർത്തനാണ് രാത്രിയിലെ നിസ്കാരം. അത്ര വലിയ പുണ്യമുള്ള സംഗതിയാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മെ അടുപ്പിക്കുന്നൊരു നേരമാണത്. മുത്തഖീങ്ങളെ പറ്റി അള്ളാഹ് പറഞ്ഞില്ലേ, മുത്തഖീങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം പറഞ്ഞ ഒരു കാരണം എന്താ? ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഅയൂൻ, നിശ്ചയമായും സൂക്ഷ്മാലുക്കളായ മഹാന്മാര് അവർക്ക് അല്ലാഹ് ഒരുക്കി വെച്ചിട്ടുള്ള തോട്ടങ്ങളിലും അരുവികളിലുമാണ് അവർ സ്വർഗത്തില്. അവരെ പറ്റി ഖുർആൻ പറഞ്ഞത് കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രികളിൽ വളരെ കുറഞ്ഞു മാത്രമേ അവർ ഉറങ്ങുന്നുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാവിന്റെ അവസാന യാമങ്ങളിൽ, രാത്രിയുടെ അവസാന സമയങ്ങളിൽ റബ്ബേ പൊറുക്കണേ പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്
റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഈ ഒരു വലിയ പ്രവർത്തനം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അഫ്ളലുസ് സ്വലാത്തി ബഅദൽ മക്തൂബ, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ നിസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ നിസ്കാരമാകുന്നു. അത് നമ്മെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ് അഫ്ശുസ്സലാം വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഓ ജനങ്ങളെ, നിങ്ങൾ സലാമിന്റെ പ്രചാരകരാവണം. സലാം പറയുന്ന കാര്യത്തിൽ നിങ്ങൾ പിശുക്ക് കാണിക്കരുത്, അതിന്റെ പ്രചാരകരാവണം. നിങ്ങൾ സലാമിന്റെ പ്രചരിപ്പിക്കുന്നവരാകണം. നിങ്ങൾ പ്രചരിപ്പിക്കുവീൻ. വഅത്ഇമുത് തആം, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണേ. ഭക്ഷണം കൊടുക്കൽ, ഭക്ഷണം നൽകൽ വല്ലാത്തൊരു പുണ്യകർമ്മമാണ്. വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കണേ ജനങ്ങളെ. വസല്ലൂ ബില്ലൈൽ, രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കണേ. ഏത് സമയത്താണ് നിങ്ങൾ നിസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായത്? വന്നാസു നിയാം, ആളുകളൊക്കെ സുഖമായി കിടന്നുറങ്ങുന്ന നേരത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കൂ. തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗം കിട്ടാനുള്ള വഴിയാണ്. സ്വർഗത്തിലേക്ക് നമ്മളെ ഏറ്റവും അടുപ്പിച്ച് കളയുന്ന വല്ലാത്തൊരു കർമ്മമാണ്. നമ്മുടെ പാപമോചനത്തിന്റെ മാർഗമാണ്. മുഅ്മിനീങ്ങളുടെ ഒക്കെ പതിവാണ്. തിന്മകളിൽ നിന്ന് നമുക്ക് പകൽ സമയങ്ങളിൽ വിട്ടുനിൽക്കാൻ കരുത്തു പകരുന്നൊരു ഇബാദത്ത് ഇതിനോളം വേറെ ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, ജനങ്ങളെ നിങ്ങൾ രാത്രി നിസ്കാരം പതിവാക്കണേ. രാത്രി നിസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണേ. ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബലകും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞ മുഴുവൻ സാലിഹീങ്ങളുടെയും നിത്യവൃത്തി അതായിരുന്നു. അവർ നിത്യവും ചെയ്തിരുന്ന, പതിവായി ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു അത്. സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താൻ മോഹിക്കുന്നവരെ, സാലിഹീങ്ങളുടെ പാത ആഗ്രഹിക്കുന്നവരെ, സാലിഹീങ്ങളുടെ കൂടെ ചേർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ, അവരുടെ പതിവ് രാത്രി നിസ്കാരം അവരുടെ പതിവായിരുന്നു. വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കലേക്ക് നിങ്ങളെ നന്നായി അടുപ്പിക്കുന്ന കർമ്മമാണത്. വമുകഫിറുൻ ലിസ്സയ്യിആത്ത്, തിന്മകളെ മായ്ച്ചു കളയുന്ന, നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങളെ, തിന്മകളെ മായ്ച്ചു കളയുകയും അത് പരലോകത്തും ആലോകര് കാണാതെ റബ്ബ് മൂടിവെച്ച് പുറത്തു തരികയും ചെയ്യാൻ പറ്റിയ കർമ്മമാണിത്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് പാപങ്ങളിലേക്ക് നമ്മൾ അടുക്കാതെ, ആ ഇസ്മുകളിലേക്ക് നമ്മൾ അടുക്കാതെ, അതിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന, അതിൽ നിന്ന് നമ്മെ വിലക്കിക്കളയുന്ന ഇബാദത്താണ് രാത്രി നിസ്കാരം. അതുകൊണ്ട് ജനങ്ങളെ, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് എപ്പോഴായിരുന്നു നിർവഹിക്കാവുന്ന സമയം? ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി ബാങ്ക് വിളിക്കുന്നതിന്റെ ഇടക്ക് ഏത് സമയമാണോ നമുക്ക് സൗകര്യപ്രദം ആ സമയത്ത് നിർവഹിക്കുക. ഏത് സമയമാണോ? ഇശാ ജമാഅത്ത് കഴിഞ്ഞ് ഫജ്ർ ബാങ്ക് വിളിക്കുന്നതിന്റെ ഇടക്ക് ഏത് സമയത്തിലാണോ നമുക്ക് സൗകര്യപ്രദം ആ സമയത്ത് നിർവഹിക്കാവുന്നതാണ്. എന്നാൽ അവസാന സമയത്തിനുള്ള പ്രതിഫലം ആദ്യ സമയത്തിനില്ല. അവസാന സമയത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. രാത്രിയുടെ ഈശ കഴിഞ്ഞ ഉടനെയും നിർവഹിക്കാം. കുറച്ചും കൂടി ഒന്ന് മിഡിലായിക്കൊണ്ട് ഒരു മധ്യരാത്രിയിലും നിസ്കരിക്കാം. അതുമല്ലെങ്കിൽ ഏറ്റവും ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റുകൊണ്ട് രാവിന്റെ അവസാന സമയങ്ങളിലും നിർവഹിക്കാം. ഏറ്റവും അവസാന സമയത്തിലാണ് ഏറെ റബ്ബുമായിട്ട് നമുക്കടുക്കാൻ കഴിയുന്നത്. അഖറബുമായ യകൂനുർ റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റബ്ബ് തന്റെ അടിമയോട് ഏറ്റവും അടുക്കും എപ്പോൾ?
രാത്രിയുടെ ഉള്ളിലതാ അതിന്റെ അവസാന സമയങ്ങളിലെത്തുമ്പോ, അതുകൊണ്ട് ഫഇൻ ഇസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക الساعة ഫകുൻ, നിനക്ക് ആ സമയത്ത് റബ്ബിനെ ഓർക്കാൻ സാധ്യമാകുമോ? ആ സമയത്തൊന്ന് എഴുന്നേറ്റ് അല്പെങ്കിലും അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ, നിസ്കരിക്കാൻ, ദുആ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ലത് പറയാൻ നിനക്ക് സാധ്യമാകുമോ? എങ്കിൽ ഫകുൻ, നീ അവരുടെ കൂട്ടത്തിൽ പെടണം, അതിൽ തന്നെ പെടാൻ നീ നോക്കണം. കാരണം ആ സമയത്തിന്റെ പ്രത്യേകത, യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലസ്സമാഇ ദുനിയാ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ ഫയഖൂലു മൻ യദ്ഉനി ഫഅസ്തജീബു ലഹു മൻ യസ്അലുനി ഫഉതീഹി മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹു ഫലാ യസാലു കദാലിക ഹത്താ യുളീഅൽ ഫജ്ർ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിപ്പോർട്ട്. അവിടുന്ന് പറയാണ്, നമ്മുടെ റബ്ബ് എല്ലാ രാത്രിയിലും ഒന്നാമത്തെ നമ്മോട് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് റബ്ബ് ഇറങ്ങി വരുന്നുണ്ട്. എങ്ങനെ അറിഞ്ഞ? അള്ളാഹ്ക്ക് യോജിച്ച ഇറക്കം, അള്ളാഹുവിന് യോജിച്ച ഇറക്കം ഏതെങ്കിലും ഒരു സൃഷ്ടികൾ ഇറങ്ങും പോലെ അല്ല. അങ്ങനെ അള്ളാഹിനെ പറ്റി വിചാരിക്കാൻ പോലും പാടില്ല. അള്ളാഹുവിന്റെ ഓരോ പ്രവർത്തനങ്ങളും അവൻ അനുയോജ്യമായ നിലക്ക് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തകരാറുമില്ല. അതേ അവസരത്തിൽ ചില പിഴച്ച കക്ഷികളൊക്കെ അള്ളാഹ് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികളുടെ ഗുണല്ലേ, ഇറക്കവും കയറ്റൊക്കെ, അത് അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹ് ഇറങ്ങുക എന്ന് പറയാൻ പാടില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർ പിഴച്ചവരാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസിനെ വിശ്വസിക്കുന്ന ആളുകളെ പിഴച്ചവരായി ചിത്രീകരിക്കാറുണ്ട്. വാസ്തവത്തിൽ അവരാണ് പിഴച്ചവർ. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരു തകരാറുമില്ല. എങ്ങനെ അള്ളാഹ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു എങ്ങനെ ഇറങ്ങുന്നു ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അള്ളാഹ് എങ്ങനെയെന്ന് നമുക്കറിയില്ല, പിന്നെ എങ്ങനെ അവന്റെ ഇറക്കം മനസ്സിലാവുക? എന്നാൽ നിഷേധിക്കാൻ പാടുണ്ടോ? മുൻഗാമികൾ ആരും നിഷേധിച്ചിട്ടില്ല. എന്നാൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് അതിന്റെ ശരിയായ അർത്ഥത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുപോകാനും പാടില്ല. മുൻഗാമികളായ നല്ലവരായ മഹാന്മാരൊക്കെ ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിച്ചത് എന്താണോ റബ്ബ് അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചതെങ്കിൽ അത് അതേപോലെ വിശ്വസിക്കുന്നു. അവൻ അനുയോജ്യമായ നിലക്ക് അവൻ ഈ കാര്യങ്ങളൊക്കെയുണ്ട്, അതിനെ ഉപമിക്കാൻ പാടില്ല. ആരുടെയെങ്കിലും ഇറക്കം പോലെ എന്ന് പറയാൻ പാടില്ല. അതല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് മറ്റേതെങ്കിലും തലങ്ങളിലേക്ക് കൊണ്ടുപോകാനും പാടില്ല. ആ പ്രവൃത്തിയുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിച്ച് തള്ളിക്കളയാനോ പച്ചിക്കാനോ പരിഹസിക്കാനോ പാടില്ല. ഉള്ളതുപോലെ റബ്ബ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോ ആ റബ്ബിന് അനുയോജ്യമായ ഇറക്കം എങ്ങനെയാണോ അവൻ അനുയോജ്യമായ ഇറക്കം അവന്റെ അടിമകളിലേക്ക് അവൻ അടുത്തു വരുന്ന നേരമാണ് എപ്പോൾ? രാത്രിയുടെ അവസാനത്തെ ഒരു ഭാഗം ബാക്കിയാകുന്ന നേരത്ത്. രാത്രി സമയത്തെ അസ്തമിച്ച് പിന്നീട് സുബഹിയാകുന്നതിന്റെ ഇടയ്ക്കുള്ള സമയത്തിൽ നമ്മൾ കൗണ്ട് ചെയ്ത് ടോട്ടൽ മണിക്കൂറുകൾ എടുത്ത് അതിനെ 3 വിഭജിച്ച് കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ 2 ഭാഗവും കഴിഞ്ഞാലാണ് ഏറ്റവും മഹത്വമുള്ള സമയം. 9 മണിക്കൂർ രാത്രിയുള്ള ദിവസമാണെന്ന് ആലോചിച്ചോളൂ. 9 മണിക്കൂർ രാത്രി ഉള്ള സമയങ്ങളിൽ കണക്ക് കൂട്ടാൻ വളരെ എളുപ്പമുണ്ട്. 6 മണിക്കൂറും കഴിഞ്ഞ് അവസാനം പിന്നെ 3 മണിക്കൂർ ബാക്കിയാകുമ്പോഴാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള നേരം, സുബഹിയോടടുക്കുന്ന സമയം, സുബഹിയോടടുത്ത് വരുന്ന നേരം. ആ സമയത്തിന്റെ പ്രത്യേകത ശരിക്ക് നമ്മൾ അറിഞ്ഞാൽ സുഹൃത്തുക്കളെ നമ്മൾ എഴുന്നേൽക്കും. കാരണം അത്ര വലിയ ഓഫറാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്ര വലിയ ഓഫറാണ് ആ നേരത്ത് പ്രഖ്യാപിക്കപ്പെട്ടത്. റബ്ബ് പറയാണ്, ആ നേരത്ത് റബ്ബ് ചോദിക്കുകയാണ്, മന്യദുഊനി ഫഅസ്തജീബു ലഹു, ആരുണ്ട് എന്നോട് വിളിച്ച് ദുആ ഇരക്കാൻ ഞാൻ അവന് ഉത്തരം കൊടുക്കാമെന്ന ഓഫറാണ്. കൊടുക്കും, ഞാൻ ഉത്തരം തരും. എന്നോട് ചോദിച്ചോളൂ, ഉത്തരം തരും. ആരുണ്ട് എന്നോട് കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ, ഞാൻ അവന്റെ ചോദ്യത്തിന്റെ ആ പ്രതിഫലം അതല്ലെങ്കിൽ എന്താണോ അവൻ ചോദിച്ചത് ഞാനതവന് കൊടുക്കാമല്ലോ. അല്ലാഹ് പറയുന്ന നേരമാണത്. മന്യസ്തഗ്ഫിറുനി, ആരുണ്ട് പൊറുക്കണേ അല്ലാഹ്, തൗബ സ്വീകരിക്കണേ റബ്ബേ, പറ്റിപ്പോയി, ജീവിതത്തിൽ അനവധി പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്, റബ്ബേ പൊറുത്തു തരണം എന്ന് അവന്റെ മുമ്പിലങ്ങ് തപിക്കുന്ന മനസ്സുമായി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ ഞാൻ അവന് പൊറുത്തു കൊടുക്കാൻ തയ്യാറാകുന്നു. ഇതാര് പറയണതാ? അല്ലാഹ് പറയണ.
അല്ലാഹ് പറയാണ്, ഇതൊക്കെ 3 കാര്യങ്ങൾ പറഞ്ഞു. ആരുണ്ട് ദുആ ചെയ്യാൻ? ഉത്തരം തരാം. ആരുണ്ട് ചോദിക്കാൻ? ചോദിച്ച കാര്യം തരാം. ആരുണ്ട് പൊറുക്കണേ എന്ന് പറയാൻ? പൊറുത്തു തരാം. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഫലാ യസാലു കദാലിക ഹത്താ യുളീഅൽ ഫജ്ർ, പ്രഭാതോദയം വരെ, പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ ഇതേ അവസ്ഥ നിലനിൽക്കുന്നു. ഇപ്പൊ സുബഹി ആഗോളം ഈ പുണ്യുണ്ട്. സുബഹി ആഗോളം ഈ പുണ്യുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ മാത്രം നിസ്കരിച്ചതല്ല, എല്ലാ കാലത്തും നിസ്കരിച്ചു. എല്ലാ കാലത്തും നിസ്കരിച്ചു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റമളാനിലും അല്ലാത്ത കാലത്തും അവിടുന്ന് 11നേക്കാൾ അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ 11 റക്അത്തുണ്ട് നിസ്കാരം. 11 റക്അത്ത്. അത് റമളാനിലാണെങ്കിലും അല്ലെങ്കിലും 11 റക്അത്തുണ്ട്. ഇത് നമുക്ക് എത്ര നിർവഹിക്കാം, എത്ര നിസ്കരിക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ? അതാ നമ്മൾ നോക്കേണ്ടത്. നമുക്ക് എത്ര കഴിയും, എത്രയാണ് കഴിയുക എങ്കിൽ അത്രയും നിർവഹിക്കുക. അതിനിപ്പോ നമ്മൾക്ക് രാവിലെ കുറച്ച് രാത്രി വളരെ വൈകിട്ടാണ് ഉറങ്ങുന്നത്, നാളെ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? നേരത്തെ നിസ്കരിച്ചോളൂ. ഉറങ്ങുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ അങ്ങനെ എഴുന്നേൽക്കില്ലെന്ന് തോന്നുന്ന സഹാബിമാര് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുന്നതിന്റെ മുമ്പേ നിസ്കരിച്ചു കിടന്നോളൂ. അങ്ങനെ നിസ്കരിക്കാൻ എഴുന്നേൽക്കൂലാന്ന് ഉറക്കത്തിന്റെ പ്രയാസം ഉണ്ടാകും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യമേ നിസ്കരിച്ച് കിടക്കാം. ഈ 11ൽ എത്ര, അത് നമ്മുടെ താല്പര്യമനുസരിച്ച്, നമ്മുടെ കഴിവനുസരിച്ച്, നമ്മുടെ ഉന്മേഷമനുസരിച്ച് 3, 5, 7, 9, 11 എന്നിങ്ങനെ. പക്ഷേ ചെയ്യുന്നത് എല്ലാ ദിവസവും ചെയ്യലാണ് അള്ളാഹുവിന് ഇഷ്ടം. ഒരു ദിവസം കുറെ അങ്ങ് ചെയ്ത് പിന്നെ കുറെ കാലത്തേക്ക് അങ്ങ് നിർത്തിവെക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് ചെയ്യുന്നത് എത്ര കുറച്ചാണെങ്കിലും അത് സ്ഥിരമായി ചെയ്യലാണ്. അഹബ്ബുദ്ദീനി ഇലല്ലാഹി അദ്വമഹു വഇൻ ഖല്ല. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദീനിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നിത്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. വഇൻ ഖല്ല, ചെയ്യുന്നത് കുറഞ്ഞ തോതിലാണെങ്കിലും. അപ്പൊ ചെയ്യുന്നത് കുറവാണെങ്കിലും നിത്യം ചെയ്യലാ അള്ളാഹ്ക്ക് ഇഷ്ടം. നിത്യം ചെയ്യും. ഒരു ദിവസം ആവേശം കേട്ടിട്ട് കുറേയാട് നിസ്കരിച്ചു, പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല, അത് പറ്റൂല, അത് പാടില്ല എന്നാ ഇസ്ലാം പറഞ്ഞത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞു, യാ അബ്ദുല്ലാ, ഓ അബ്ദുല്ലാ, ലാ തകുന്നി, ആയിത്തീരരുത് മിസ്ല ഫുലാനിൻ, ഒരാളെ പോലെ, കാന യഖൂമുൽ ലൈൽ ഫതറക ഖിയാമൽ ലൈൽ. അയാളതാ രാത്രിയിലെ നിസ്കാരം ഇങ്ങനെ നിർവഹിച്ചു വന്നിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ആ രാത്രി നിസ്കാരം പാടെ ഉപേക്ഷിച്ചു പോയി. ആ കൂട്ടത്തിൽ അബ്ദുല്ലാ നീ പെട്ടുപോകരുത്. തന്റെ അരിമശിഷ്യനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയാൻ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് ബാപ്പാനോട് ഉപദേശിച്ചതിന്റെ ശേഷം എന്റെ ബാപ്പ പിന്നെ ഒരൊറ്റ രാത്രിയിലും പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കാത്തൊരു ദിവസം ഉണ്ടായിട്ടില്ല എന്ന് മോൻ സാലിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ വളരെ കണിശതയും കൃത്യതയും അങ്ങനെ ചെയ്യണം എന്നാണ്. നമ്മൾ കഴിയാത്ത ഭാരങ്ങൾ ചെയ്യണ്ട. അപ്പോഴാണ് ഈ മടുപ്പ് വരുന്നത്. അവനവനെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക, അത് തുടരുക, അത് നിലനിർത്തുക. ഖുദൂ മിനൽ അഅമാലി മാ തുതീഖൂൻ ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു. കർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കഴിയാവുന്നത് നിങ്ങൾ ചെയ്യണേ. ഒരുപാട് ചെയ്യാൻ എനിക്ക് കഴിയൂല, ഒരുപാട് മണിക്കൂറൊന്നും എനിക്ക് കഴിയൂല, പക്ഷെ എനിക്ക് കഴിയണത് ചെയ്യാം. അത് നിങ്ങൾ ചെയ്യൂ. അള്ള മടുക്കൂല, അള്ളാഹ്ക്ക് മടുപ്പ് വരില്ല. നിങ്ങൾക്ക് മടുപ്പ് വരാതിരുന്നാൽ മതി. നിങ്ങൾക്ക് മടുപ്പ് വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മടുക്കാതെ, മടുപ്പനുഭവപ്പെടാതെ ഉന്മേഷമുള്ള സമയം അത്രയും നിങ്ങൾ നിർവഹിക്കുക. അത് നിങ്ങൾ ചെയ്യണം. അത് ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി ഒരാൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഉദ്ദേശത്തോടുകൂടെ കിടന്നു, സംഗതി വശാൽ ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അയാൾക്ക് പുണ്യമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. റബ്ബിന്റെ ഒരു കാരുണ്യം നോക്കൂ, ആ സദുദ്ദേശത്തിന് പുണ്യം. മന്നതാ ഫിറാശഹു വഹുവ യൻവി അൻ യഖൂമ യുസല്ലി മിനൽ ലൈലി ഫഗലബതുഹു ഐനാഹു ഹത്താ അസ്ബഹ കുതിബ ലഹു മാ നവാ വകാന നൗമുഹു സദഖതൻ അലൈഹി മിർ റബ്ബിഹി അസ്സ വജൽ.
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും തൻ്റെ വിരിപ്പിൽ ചെന്ന് കിടന്നു, ഉറങ്ങാൻ കിടന്നു, വഹുവ യൻവി, അയാളുടെ മനസ്സിൽ നിയ്യത്തുണ്ട്, അയാൾ കരുതിയിട്ടുണ്ട്, അൻ യഖൂമ യുസല്ലി മിനൽ ലൈൽ, രാത്രി നീക്കണം, കുറച്ച് നിസ്കരിക്കണം. ആ ഉദ്ദേശത്തോടു കൂടി ഒരാൾ കിടന്നു. പക്ഷേ ഫഗലബതുഹു ഐനാ, അദ്ദേഹത്തിന്റെ കണ്ണുകളെ ഉറക്കം അതിജയിച്ചു പോയി ഒരു രാത്രിയിൽ. ഹത്താ അസ്ബഹ, സുബഹിയായിട്ടാണ് അദ്ദേഹം ഉണർന്നത്. ബാങ്ക് കേട്ടിട്ടാ ഉണർന്നത്. അപ്പൊ രാത്രി നിസ്കരിക്കണം എന്ന് വിചാരിച്ചിട്ടാ കിടന്നത്. പക്ഷെ അന്ന് സംഗതി വശാൽ കഴിഞ്ഞില്ലെങ്കിൽ കുതിബ ലഹു മാ നവ, കുതിബ ലഹു മാ നവ, അവൻ കരുതിയതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. ഉദ്ദേശിച്ചില്ലേ, നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചില്ലേ, പിന്നെ അയാളുടേതല്ലാത്ത കാരണത്താൽ അയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല എങ്കിൽ അയാൾക്ക് ആ നന്മയുടെ പ്രതിഫലമുണ്ട്. വകാന നൗമുഹു സദഖതൻ അലൈഹി മിർ റബ്ബിഹി അസ്സ വജല്ല, റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അയാൾക്ക് കിട്ടിയ ഒരു ഹദിയയാണ് അയാൾക്ക് ആ ഉറക്കം എന്ന് അയാൾ വിചാരിച്ചോട്ടെ. നിസ്കാരത്തിന്റെ കൂലി ഇവിടെ കിട്ടി, പുറമെ സദഖയായിട്ട് ഉറക്കവും കിട്ടി എന്ന് കരുതിയാൽ മതി. പക്ഷെ നമ്മൾ ഈ നിയത്തം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ വേഗം അതാ ചിന്തിക്കുക, കിട്ടിപ്പോയി, നല്ല കാര്യമായി പോയി. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു മുതൽ തന്നെയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെ നിയത്ത് വെച്ച് കിടക്കുക, നീക്കൊന്നും വേണ്ട, രാവിലെ സുബഹിക്ക് നീറ്റാൽ മതി, പ്രശ്നമൊന്നുമില്ല. അതല്ല ഈ പറയുന്നത്. ഇത് സംഗതി വശാൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് സംഭവിച്ചെങ്കിൽ എന്നാണ് ആ പറയുന്നത്. എങ്കിൽ തന്നെയും സഹോദരന്മാരെ, വീണ്ടെടുക്കാനും നമുക്ക് അവകാശമുണ്ട്, സമയം അനുവദിച്ചു തന്നിട്ടുണ്ട്. മന്നാമൻ ഹിസ്ബിഹി അവൻ ശൈഇൻ മിൻഹു ഫഖറഅഹു ഫീമാ ബൈന സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ ളുഹ്രി കുതിബ ലഹു കഅന്നമാ ഖറഅഹു മിനൽ ലൈൽ. സ്ഥിരമായിട്ട് ഇങ്ങനെ രാത്രി നിസ്കാരം നിർവഹിച്ചിരുന്ന ഒരാൾക്ക് ഇങ്ങനെ രാത്രി എഴുന്നേൽക്കാൻ പറ്റിയില്ല, എന്നാലോ അയാൾക്ക് ആ നിസ്കാരം വീണ്ടെടുക്കാം. എപ്പോഴാ വീണ്ടെടുക്കുക? മന്നാമൻ ഹിസ്ബിഹി അവൻ ശൈഇൻ മിൻഹു, വല്ലതും ഒരാൾക്ക് സ്ഥിരമായി ചെയ്തു വന്നിരുന്നത് ഉറക്കം കാരണത്താൽ നഷ്ടപ്പെട്ടു പോയാൽ ഫഖറഅഹു ഫീമാ ബൈന സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ ളുഹ്ർ, ഫജ്ർ നിസ്കാരത്തിന്റെയും ളുഹറിന്റെയും ഇടക്കുള്ള സമയം. അഥവാ ഫജ്ർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിസ്കാരം നിർവഹിക്കാൻ സൂര്യൻ ഉദിച്ച ഉടനെ പറ്റൂല. സൂര്യോദയം കഴിഞ്ഞ് ഒരു 15 മിനിറ്റ്, ഒരു 20 മിനിറ്റ് ആയാൽ ഏറെ നന്നായി. അപ്പോഴാണ് ളുഹാ സമയം തുടങ്ങുക. ളുഹായുടെ സമയം എപ്പോഴാ തുടങ്ങുക? സൂര്യൻ ഇശ്റാഖ് കലണ്ടറിൽ ശുറൂഖിന്റെ സമയം നോക്കിക്കഴിഞ്ഞാൽ 6:20 സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ ഒരു 6:40 ആകുമ്പോൾ ളുഹായുടെ സമയം ആരംഭിച്ചു. ഒരു 35 ആയാലും മതി, ഒരു 15 മിനിറ്റ് ആണെങ്കിലും മതി. 20 മിനിറ്റ് ആണ് ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠം. അവിടുന്ന് അങ്ങോട്ട് ളുഹായുടെ സമയം തുടങ്ങായി. പിന്നെ ളുഹർ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 20 മിനിറ്റ് മുമ്പ് അതൊക്കെ നമുക്ക് ളുഹാ നിസ്കാരത്തിന്റെ സമയമാണ്. ആ സമയത്തിൽ നമുക്ക് ഇത് വീണ്ടെടുക്കാം. ഏത്? രാത്രി സ്ഥിരമായിട്ട് നിർവഹിച്ചിരുന്ന ഒരു 3 റക്അത്തുണ്ട്, അല്ലെങ്കിൽ ഒരു 5 നിസ്കരിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു 7 നിസ്കരിച്ചിരുന്നു. പക്ഷേ സംഗതി വശാൽ ഒരു ദിവസം ഉറങ്ങിപ്പോയി, രാത്രിയിൽ നിർവഹിച്ചിരുന്ന ആ തഹജ്ജുദ് അതല്ലെങ്കിൽ ആ നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ ളുഹാ സമയത്ത് അഥവാ ഫജ്ർ നിസ്കാരവും കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റും കഴിഞ്ഞ് ളുഹറിന്റെ ഒരു 15-20 മിനിറ്റ് മുമ്പായി കൊണ്ടുള്ള സമയത്തിനിടക്ക് നമുക്കത് വീണ്ടെടുക്കാം. അങ്ങനെ ആരെങ്കിലും ആ സമയത്തത് വീണ്ടെടുക്കുന്നുവെങ്കിൽ കുതിബ ലഹു കഅന്നമാ ഖറഅഹു മിനൽ ലൈൽ, രാത്രിയിൽ അത് നിർവഹിച്ചവന്റെ തുല്യമായ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. രാത്രി നിസ്കരിച്ചതുപോലെയായി. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്തായിരുന്നു നമ്മുടെ പതിവെന്ന് നോക്കണം. 3 നഷ്ടപ്പെട്ടത് എങ്കിൽ പകൽ സമയത്ത് വീണ്ടെടുക്കുമ്പോൾ 3 നിസ്കരിക്കാൻ പാടില്ല. കാരണം പകൽ സമയത്ത് വിത്റില്ല. പകൽ സമയത്ത് നിർവഹിക്കുമ്പോ രാത്രിയിൽ നമ്മൾ നിർവഹിച്ചിരുന്ന നമ്മുടെ പതിവ് റക്അത്തുകൾ എത്രയായിരുന്നുവെങ്കിൽ ആ ഒറ്റയായ റക്അത്തുകളെ, രാത്രിയിൽ നമ്മൾ നിസ്കരിച്ചിരുന്ന റക്അത്തുകളെ പകലിൽ വീണ്ടെടുക്കുമ്പോൾ ഒറ്റയെ നമ്മൾ ഇരട്ടയാക്കി മാറ്റണം. അഥവാ 3 പതിവായി നിസ്കരിച്ചിരുന്ന ഒരാൾ ഒരു ദിവസം ഉറങ്ങിപ്പോയെങ്കിൽ അയാൾക്ക് ഈ സമയത്ത് നിർവഹിക്കുമ്പോൾ അയാൾ 4 നിസ്കരിക്കേണ്ടത്.
5 പതിവാക്കിയവൻ 6 നിസ്കരിക്കേണ്ടത്, 7 പതിവാക്കിയവൻ 8, 9 പതിവാക്കിയവൻ 10 നിസ്കരിക്കേണ്ടത്. 11 നിർവഹിച്ചിരുന്നവനാണെങ്കിൽ 12 റക്അത്താണ് നിർവഹിക്കേണ്ടത്. അങ്ങനെ ആ സമയങ്ങളിൽ വീണ്ടെടുക്കാം. ഏറ്റവും മുന്തിയൊരു സമയം. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി ആ സമയത്തിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുടുംബത്തിൽ അങ്ങനെ ആരും ഉറങ്ങിക്കിടക്കുന്നത് നമുക്ക് ഇഷ്ടാവില്ല. ഭർത്താവ് എഴുന്നേൽക്കുമ്പോ തോന്നും, എനിക്ക് മാത്രം ഈ പുണ്യം കിട്ടിയാൽ പോരല്ലോ, എന്റെ പ്രിയപ്പെട്ടവൾക്കും കിട്ടണമല്ലോ. ഭാര്യ എഴുന്നേൽക്കുമ്പോൾ ആ പെണ്ണിനും തോന്നുകയാണ്, ഇത്രമാത്രം മഹത്വമുള്ള നേരത്ത് ഞാൻ മാത്രം ഈ പുണ്യം നേടിയാൽ പോരല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലേ ഉറങ്ങുന്നത്, അദ്ദേഹത്തിനും കിട്ടണമല്ലോ. ആ ഒരു ബോധമുള്ള ദമ്പതികളാണെങ്കിൽ അവർക്ക് റബ്ബിൽ നിന്ന് വലിയ റഹ്മത്തുകൾ ചൊരിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. റഹിമല്ലാഹു റജുല, ഒരാളെ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. അള്ളാന്റെ റസൂല് അഡ്വാൻസ്ഡ് ആയിട്ട് മുമ്പേ ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാന്റെ റസൂല് വരാൻ പോകുന്ന ഒരു കൂട്ടം ആണുങ്ങൾക്ക് വേണ്ടി പെണ്ണുങ്ങൾക്ക് വേണ്ടിയൊക്കെ പണ്ടേ ദ്വാർന്നു പോയിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ട് മുൻകൂർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടി? വരാൻ പോകുന്ന ഒരു കൂട്ടം ആളുകൾ. എന്താ അയാളുടെ പ്രത്യേകത? ഖാമ മിനൽ ലൈൽ, അയാൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. സുമ്മ അയ്ഖള ഇംറഅതഹു, പെണ്ണിനെയും വിളിച്ചുണർത്തുന്നു. അയാൾ നിസ്കരിക്കാൻ മാത്രമല്ല, അയാൾ എഴുന്നേറ്റപ്പോ ഭാര്യനെയും വിളിച്ചുണർത്തി. അങ്ങനെ അവളും നിസ്കരിച്ചു. അങ്ങനെ പുതിയാപ്പിള എഴുന്നേറ്റു, പെണ്ണിനെയും വിളിച്ചുണർത്തി അവരെ നിസ്കരിച്ചു. അവർക്ക് അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ് ലഭ്യമാകുന്നത്, വലിയ കാരുണ്യമാണ് ലഭ്യമാകുന്നത്. ഇനി വിളിച്ചുണർത്തുന്ന നേരത്ത് ഫഇന്നബത്ത്, ഏതെങ്കിലും ഒരു സംഗതിവശാൽ അവൾക്കൊരൽപ്പം വിസമ്മതം തോന്നിയെങ്കിൽ ഈ മനുഷ്യനെന്ത് ചെയ്യുന്നു? എന്നാ പിന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുന്നില്ല. വളരെ സ്നേഹത്തോടുകൂടി നളഹ ഫീ വജ്ഹിഹൽ മാ, അവളുടെ മുഖത്തൊരൽപ്പം വെള്ളം കുടയുന്നു. പെണ്ണ് എഴുന്നേൽക്കാൻ വേണ്ടി ഒരൽപ്പം വെള്ളമെടുത്ത് മുഖത്ത് കുടയാണ്. അങ്ങനത്തെ ഭർത്താവിനെ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഭർത്താവിനെ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. വറഹിമല്ലാഹു ഇംറഅതൻ, സഹോദരിമാരും ശ്രദ്ധിച്ചോ, അള്ളാന്റെ റസൂല് മുൻകൂറായിട്ട് പ്രാർത്ഥിച്ചു പോയത് ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രമല്ല. വറഹിമല്ലാഹു ഇംറഅതൻ, ഒരു ഭാര്യയെയും ഒരു സ്ത്രീയെയും അല്ലാഹ് അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. ഖാമത്ത് മിനൽ ലൈൽ, അവൾ രാത്രിയിൽ എഴുന്നേറ്റ് ഫസല്ലത്ത്, അവൾ നിസ്കരിക്കുന്നു. എന്നിട്ടോ സുമ്മ ഐഖളത് സൗജഹാ, അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ അവൾ വിളിച്ചുണർത്തുന്നു. ഫഇന്നബാ, ഭർത്താവിനൊരൽപ്പം എഴുന്നേൽക്കാൻ ഒരു മടി കാണുമ്പോ നളഹത് ഫീ വജ്ഹിൽ മാ, ഭർത്താവിന്റെ മുഖത്തതാ ഒരൽപ്പം വെള്ളം കുടഞ്ഞുകൊണ്ട് എഴുന്നേൽപ്പിക്കുന്നു. വല്ലാത്ത പുണ്യം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്താ അതൊക്കെയല്ലേ? വല്ലാത്തൊരു ഭാര്യയും വല്ലാത്തൊരു ഭർത്താവും. ഈ കാലത്ത് അങ്ങനെ ഉണ്ടാവോ സഹോദരന്മാരെ? അള്ളാഹു നമ്മളൊക്കെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ എഴുന്നേറ്റ ഭാര്യനെ വിളിക്കുക, ഭാര്യ എഴുന്നേറ്റ നമ്മളെ വിളിക്കുക. എന്തൊരു സമാധാനമുള്ളൊരു ജീവിതം, എന്തൊരു സമാധാനമുള്ളൊരു ബെഡ്റൂം അല്ലേ, എന്തൊരു സമാധാനമുള്ളൊരു മാനസികമായൊരവസ്ഥ. അങ്ങനത്തെ ഒരു പെണ്ണിനെ, ഒരു പുതിയാപ്പളനൊക്കെ ഒരാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അയാൾ വമ്പം വിജയിയാണ്. വല്ലാത്ത വിജയികളാണ് അതൊക്കെ ഈ ലോകത്തിന്റെ വലിയ സമ്പാദ്യമാണ്, വല്ലാത്ത സമ്പാദ്യമാണ്. അള്ളാഹു ഓഫർ ചെയ്തിട്ടുള്ള വലിയ പ്രതിഫലാണ്. إذا استيقظ الرجل من الليل وأيقظ امرأته فصليا ركعتين كتبا من الذاكرين الله كثيرا والذاكرات. ഒരാൾ രാത്രിയിൽ എഴുന്നേൽക്കുന്നു, അദ്ദേഹം ഉറക്കമിടർന്നു എഴുന്നേൽക്കുന്നു, ഭാര്യയെയും വിളിച്ചുണർത്തി, രണ്ടാളും 2 റക്അത്തെങ്കിലും നിസ്കരിക്കുന്നു. എങ്കിലതാ അല്ലാഹ് വളരെ വിശേഷിപ്പിച്ച വലിയ പദവിയിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. കുത്തിബ, അവർ രണ്ടാളും രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. മിനദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന മഹാന്മാര്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന മഹദികള്, അവരുടെ കൂട്ടത്തിൽ ഇവർ രണ്ടാളും പെട്ടു.
അങ്ങനത്തെവർക്ക് അള്ളാഹ് എന്താ ഒരുക്കി വെച്ചത്? ഈ സൂറത്ത് അള്ളാഹ് ഇത് പറഞ്ഞെടുത്ത് കുറെ ഗുണങ്ങൾ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാതി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. അല്ലാഹ് അവർക്ക് പാപമോചനം ഒരുക്കി വെച്ചിട്ടുണ്ട്, വമ്പിച്ച പ്രതിഫലം അവർക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പദവിയിലേക്ക് ഈ ഭാര്യയും ഭർത്താവ് ഉയരാണ്. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ നമ്മുടെ സമൂഹത്തോട് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇതിലൊന്നും നമ്മൾ സഹോദരന്മാരെ നമുക്ക് എത്രയാണോ കഴിയുക അത്രയും അളവെങ്കിലും ഒന്ന് നിലനിർത്താൻ. ആ എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് കഴിഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും പിന്നെ റബ്ബി ഗഫിർലി എന്നതും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അതൊക്കെ അതിന്റെ പുറമേപ്പതൊക്കെ ഒന്നെടുത്ത് നിസ്കരിച്ചാൽ എന്തൊക്കെ ചോദിക്കാനുണ്ട് നമുക്ക്. നമ്മളെ കാര്യങ്ങൾ എത്ര റബ്ബിനോട് ചോദിക്കാനുണ്ട്. ദുനിയാവിന്റെ കാര്യം, ആഖിറത്തിന്റെ കാര്യം, നമ്മുടെ പൊന്നുമക്കളുടെ കാര്യം, നമ്മുടെ കുടുംബത്തിന്റെ കാര്യം, മാതാപിതാക്കളുടെ കാര്യം, സമൂഹത്തിന്റെ കാര്യം, മറ്റ് പലതും റബ്ബിനോട് ചോദിക്കാനില്ലേ. ഒരുപാട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും ഓഫറുള്ള സമയത്ത് പ്രാർത്ഥിക്കല്ലേ നല്ലത്. ഒരുപാട് സമയത്ത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും ഓഫറുള്ള പ്രഖ്യാപിച്ച നേരാണ്. ഓഫർ പ്രഖ്യാപിച്ച നേരത്തെ റബ്ബിനോട് കരഞ്ഞു പറയുന്നേ. ആരും കാണണ്ട, കരഞ്ഞു പറയുന്നേ. ശാന്തമായി കരയാൻ പറ്റിയ സമയമാണത്. ശാന്തമായി കരയാ, വാതിലങ്ങടക്കുക, ആരും കേൾക്കണ്ട, തേങ്ങൽ ആരും കേൾക്കണ്ട, തേങ്ങി പൊട്ടിക്കരയാ, റബ്ബിനോട് എല്ലാം പറയാ. ഒരു പറ്റിയ സമയം. റബ്ബ് പറഞ്ഞില്ലേ, ചോദിച്ചോളൂ, ഞാൻ തരും. അള്ളാന്റെ വാഗ്ദാനാണിത്. ഇത് കേവലം രാഷ്ട്രീയക്കാരുടെ ഓഫറല്ല. എന്നെ ജയിപ്പിച്ചാൽ പാലും തേനും ഒഴുക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുടെ ഓഫറല്ല. ഇത് പടച്ച റബ്ബിന്റെ ഓഫറാണ്. അവൻ ഓഫർ പറഞ്ഞാൽ പിന്നെ ആ റബ്ബിന്റെ റബ്ബൊരിക്കലും ലാ യുഖ്ലിഫുൽ മിആദ്. അവൻ ഓഫർ പറഞ്ഞാൽ പിന്നെ ലംഘിക്കുന്ന പരിപാടിയില്ല. പറഞ്ഞതാണ്. അവൻ ഓഫർ ചെയ്താലോ തരും. റബ്ബിന്റെ കരാറുകൾ അവൻ ലംഘിക്കൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ രാത്രികളിൽ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് ഒരല്പസമയമെങ്കിലും സുബഹിന്റെ മുമ്പ് ഒരു അലാറം വെച്ച് ഒരു 15 മിനിറ്റ് മുമ്പ്, ഒരു 5 മണിക്ക് സുബഹിയാണെങ്കിൽ ഒരു 4:30 വെച്ചോളൂ. 4:30 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞവരൊക്കെ കൂടി ഒരു 10 മിനിറ്റ് അതിന് ബാക്കി വെച്ചാൽ ഒരു 10, 15, 20 മിനിറ്റ് നമുക്ക് കിട്ടും. ഒരു 3 റക്അത്താണോ നിസ്കരിക്കുന്നത് എന്നാ ഫാത്തിഹയ്ക്ക് ശേഷം സുബ്ഹിസ്മ റബ്ബിക്കൽ അഅല, രണ്ടാമത്തതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മൂന്നാമത് ഒറ്റ റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത് കൂടാതെ അതിൻ്റെ ഇടക്ക് സുജൂദ്, അതിലൊക്കെ നല്ലോണം പ്രാർത്ഥിക്കുക. തഹിയ്യാത്തിൽ പ്രാർത്ഥിക്കുക, എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുക. എല്ലാം നമ്മുടെ മനസ്സിന് എന്തൊരു സമാധാനമാണ്. ഇന്ന നാശിഅത്തൽ ലൈൽ ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ. സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സമാധാനിപ്പിച്ചുകൊണ്ട് റബ്ബ് പറഞ്ഞ ഓഫറാണ്. ഭാരപ്പെട്ട എന്തും സഹിക്കാൻ പറ്റാവുന്ന നേരം, ഭാരപ്പെട്ട ജോലിയാണെങ്കിലും എന്താണെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയാൻ മാത്രം മനസ്സിന് നല്ലൊരു കട്ടി കിട്ടുന്ന നേരം, നല്ലൊരു ശാന്തത ലഭിക്കും. റബ്ബിനോട് ഏറ്റവും അടുപ്പം കിട്ടുക. അള്ളാഹിനോട് കൂടുതൽ ഇങ്ങനെ അടുക്കല്ലേ. നമ്മൾ ചോദിക്കുമ്പോൾ തരാൻ മാത്രം പടച്ചോന് നമ്മളോട്ടൊരു അടുപ്പം വേണ്ടേ? നമ്മളാണ് ചോദിച്ചാൽ കിട്ടാൻ മാത്രം നമുക്ക് റബ്ബിനോടൊരു അടുപ്പം വേണ്ടേ? ആ അടുപ്പം കിട്ടാനുള്ള ഏറ്റവും മുന്തിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിന് നമുക്ക് സഹായകരമാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്യണം. അതിന് ഏറ്റവും ഫലപ്രദമായത് ഇതിന്റെ പുണ്യം അറിയൽ തന്നെയാണ്. ഇതിന്റെ മഹത്വവും പുണ്യമൊക്കെ അറിയലാണ് സഹോദരങ്ങളെ ഏറ്റവും പരമപ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്. രാത്രിയിലാണ് എഴുന്നേൽക്കാൻ കഴിയണമെങ്കിൽ അതിന്റെ പുണ്യം നന്നായിട്ടും മനസ്സിനെ പഠിപ്പിക്കുക. ഒക്കെ രാത്രി എഴുന്നേൽക്കൂലെങ്കിൽ നേരത്തെ തന്നെ നിസ്കരിച്ച് കിടക്കുക. എന്നാലും രാത്രി നിസ്കാരം ഒഴിവാക്കരുത്. അല്പമെങ്കിലും ഒരു 3 പതിവാക്കുക. 3, ഒരു 5 നമുക്ക് ആദ്യത്തെ 2 റക്അത്തിൽ നമുക്ക് ബൈഹാർട്ടുള്ള സൂറത്തുകളൊക്കെ ഓതി പഠിക്കാൻ പറ്റും. ഈ ബൈഹാർട്ട് പഠിച്ചത് നിലനിൽക്കാൻ ഏറ്റവും പറ്റിയ അവസരമാണ് നമ്മുടെ രാത്രി നിസ്കാരം. അപ്പൊ ആദ്യത്തെ 2 റക്അത്തിൽ നമ്മൾ പഠിച്ചതൊക്കെ ഇങ്ങനെ ബൈഹാർട്ട് അത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത്, മറ്റേതിൽ പിന്നെ ഈ 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആ 3 പ്രത്യേകതയുള്ള സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ സൂറത്ത് അൽ അഅല, രണ്ടാമത്തതിൽ കാഫിറൂൻ, മൂന്നാമത്തതിൽ ഇഖ്ലാസ്. ഇതൊക്കെ അതിന്റെ പുറമെ എത്രയാണോ നമുക്ക് പതിവാക്കാൻ കഴിയുക അതൊക്കെ ഒരു പതിവ് ശീലമാക്കുമ്പോൾ
നമുക്കതിൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യം, റബ്ബിന്റെ അടുത്തേക്ക് നമ്മൾ വല്ലാത്ത ഒരു ദറജയിലേക്ക് നമ്മൾ ഉയരാ, സ്വർഗത്തിലൊരുക്കി വെച്ചിട്ടുള്ള അത്യുന്നതമായ പദവി, യഥാർത്ഥമായ മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന മാനസികമായ ഒരു സന്തോഷം, കഷ്ടപ്പാടിന്റെ ഇടയിലും ഒരു സന്തോഷം, അതല്ലേ മുഅ്മിനിന് ലഭിക്കുന്നത്. മുഅ്മിനായ മനുഷ്യന്മാർക്ക് കിട്ടുന്നത് കഷ്ടപ്പാടാണെങ്കിലും അതിലൊരു സന്തോഷമാണ്. അതാണ് മുഅ്മിനിന്റെ പ്രത്യേകത. അല്ലാത്ത സുഖിയന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അല്പൊരു പോറൽ ബാധിക്കുമ്പോഴേക്ക് അവൻ ആത്മഹത്യ ചെയ്യും. അവനത് താങ്ങാൻ കഴിയുന്നില്ല. കാരണം അവന്റെ ഖൽബ് ദുർബലമായി പോയി, അവന്റെ ഹൃദയം വളരെ മോശമായി പോയി. ആ ഒരവസ്ഥ ഇല്ലാതെയാവാൻ സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും നമ്മെ സഹായിക്കുന്ന ഘടകമാണ് ഖിയാമുൽ ലൈൽ. അതുപോലെ തന്നെ ശൈത്താൻ നമ്മളെ ഇതിൽ നിന്ന് തടുക്കും എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ കഠിനമായ ശത്രുവിന് ഇത് ഇഷ്ടമല്ലാത്ത, തീരെ ഇഷ്ടമല്ലാത്ത സംഗതി. കാരണം അള്ളാഹിനോട് വല്ലാതെ അടുപ്പം കിട്ടുന്ന ഒരു നേരം ശൈത്താന് സമ്മതിക്കോ? അതുകൊണ്ട് അവൻ ഏറ്റവും വെറുപ്പാതായിരിക്കും. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ അവൻ നോക്കുക. എങ്ങനെ? അള്ളാന്റെ അടുത്തേക്ക് ഈ അടിമ അടുത്തു പോകരുത്. അതുകൊണ്ട് എന്ത് പറയും, രാത്രി സമയം കിട്ടിയാലും പറയും കുറച്ചു നേരം കൂടി ഇരുന്നോ, കുറെ കഴിഞ്ഞിട്ട് ഉറങ്ങാം. അപ്പൊ എന്തായി? വൈകി ഉറങ്ങും. വൈകി ഉറങ്ങിയാൽ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സുബഹിക്കെന്നെ നീക്കാൻ മൂടുണ്ടാവൂല. പിന്നല്ലേ തഹജ്ജുദ്, പിന്നല്ലേ ഖിയാമുൽ ലൈൽ. ആങ്കോടുക്ക് കുറച്ച് സമയം ബാക്കിയുണ്ട്. ഒരു 4:30 ആകുമ്പോ അങ്ങനെ അലാറം അടിച്ചു അല്ലെങ്കിൽ വാച്ചിലേക്ക് നോക്കി. അപ്പൊ എന്താ പറയണ? 5 മണിക്കാ സുബഹി, കുറച്ചും കൂടി ഉറങ്ങിക്കോ. ആ വർക്ക് പിന്നെയാണ് നീണ്ടാടുവോ. പിന്നെ ഫജ്റും വഖത്തിന് നിസ്കാരം ഉണ്ടാവില്ല, ജമാഅത്തോ ഇല്ല, സൂര്യോദയവും നടക്കും. അപ്പൊ ശൈത്താൻ വല്ലാതെ അതിനു വേണ്ടി പണിയെടുക്കും. അത് വളരെ ഗൗരവത്തോടെ നോക്കണം. അതിനെന്ത് വേണം? ഉറങ്ങാൻ കിടക്കുമ്പോൾ പഠിപ്പിച്ച ദിക്റുകളൊക്കെ ചൊല്ലി ഉളുവോടെ കിടന്നാ ഉറപ്പ് എഴുന്നേൽക്കും. രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് പതിവാക്കിയിട്ടുള്ള ദിക്റുകളും അതുപോലെ തന്നെ ദുആകളും ഉളുവോട് കൂടെ തന്നെ നിർവഹിക്കലാകുന്നു. ശൈത്താൻ നമ്മളെ എഴുന്നേൽപ്പിക്കൂല. അതിന് ഉള്ള മാർഗം ദിക്റാണ്. ദിക്റിലൂടെ നമ്മൾ യഥാർത്ഥമായ നിലക്ക് രാവിലെ സമീപിച്ച് രാത്രി ഉറക്കിനെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, 2 സമയത്തിന്റെ വ്യത്യാസം നിങ്ങളൊന്ന് നോക്കൂ. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ ഉളു എടുക്കാതെ ദിക്റൊന്നുമില്ലാതെ നിങ്ങളാണ് ഉറങ്ങിയെന്ന് കൂട്ടിക്കോളിൽ, ദീർഘമായിട്ടുണ്ട് ഉറങ്ങും. സുബഹിക്കും ചിലപ്പോൾ അറിയൂല. അതേ അവസരത്തിൽ എത്ര വൈകി കിടക്കട്ടെ, ഉളു എടുത്ത് ദിക്റുകളൊക്കെ ആവുന്നത്ര ചൊല്ലി വളരെ ശാന്തമായി മനസ്സ് പ്രാർത്ഥിച്ച് കിടന്നു നോക്കൂ. വൈകിയാലും ശരി, നിങ്ങൾ വിചാരിക്കുന്ന ടൈമിന് അങ്ങ് ഉണരും. അത് അള്ളാന്റെ ഒരു ഫളലാണ്, അതൊരു വലിയ തൗഫീഖാണ്. അതൊക്കെ നമുക്ക് ലഭ്യമാകണമെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. അലാറം വെക്കലൊക്കെ അതിനു വേണ്ടിയിട്ട്. ഭൗതികമായി ഇന്നൊക്കെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് നമ്മളെ വിളിച്ചുണർത്താൻ എമ്പാടും സംവിധാനങ്ങളാണ്. ഒരിക്കലൊന്നുമല്ല, പലതവണ റിപ്പീറ്റ് ചെയ്യുന്ന അലാറങ്ങൾ വെക്കുക. ഒരിക്കൽ നീറ്റ, പക്ഷെ തൊട്ട് കൈയെത്തുന്ന ദൂരത്ത് വെക്കാതിരിക്കുക. തൊട്ട് കൈയെത്തുന്ന ദൂരത്ത് ഈ സാധനം വെച്ചാൽ ബുദ്ധിമുട്ട്. ഉറക്കത്തിൽ നമ്മൾ എടുത്തങ്ങ് ചിലപ്പോൾ അറിയും കൂടിയില്ല. നമ്മൾ പിന്നീട് നോക്കിയാൽ കാണാം അതൊക്കെ ഓഫായിട്ടുണ്ടല്ലോ. ആരേ ചെയ്തത്? നമ്മൾ തന്നെ ചെയ്തത്. അതുകൊണ്ട് കുറച്ച് 2 അടി നടക്കാവുന്ന കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെക്കുക ഫോൺ. ആരോഗ്യത്തിനും നല്ലത് അതാണെന്നാണ് വൈദ്യശാസ്ത്രവും പറയുന്നത്. ഈ ഫോൺ ഉണ്ടല്ലോ, അതിങ്ങനെ അടുത്ത് വെക്കേണ്ടതാണ്, കുറച്ച് ദൂരെ വെക്കൽ തന്നെ നല്ലത്. അപ്പൊ അതുകൊണ്ട് അതിനും നല്ലതാണ്, നമുക്ക് എഴുന്നേൽപ്പിനും നല്ലതാണ്. അപ്പോൾ 2 അടി വെക്കുമ്പോൾ ഉറക്കമൊന്നും ഇങ്ങനെ തെളിയും. കാരണം കൈയൊന്നും തിരുമ്പൂല. മറ്റേത് ആ കിടന്നോടത്ത് കിടന്നിട്ടാകുമ്പോൾ ഒരു സുഖം കിട്ടുകയാണ്. അപ്പോൾ എഴുന്നേൽക്കൂല. ഇതിനൊക്കെ വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ രാത്രി വല്ലാതെ മൂക്ക് മുട്ടയെ തിന്ന് കിടക്കാതിരിക്കലാണ് നല്ലത്. രാവിലെ എഴുന്നേൽക്കാൻ പണ്ഡിതന്മാരതിന് കാരണങ്ങൾ പറയുന്നു. മറ്റൊന്ന് സഹോദരങ്ങളെ, ഇതിനേക്കാളൊക്കെ ഉപരി രാത്രി നിസ്കാരത്തിന് അള്ളാന്റെ തൗഫീക്ക് കിട്ടണമെങ്കിൽ പണ്ഡിതന്മാര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തിന്മകളിൽ നിന്ന്, പകൽ സമയത്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, രാത്രി നിസ്കരിക്കണം എന്ന് വിചാരിച്ച് ഉളു എടുക്കാനുള്ള വെള്ളപ്പാത്രം വരെ സജ്ജീകരിച്ച് ഞാൻ കിടന്നുറങ്ങും. പക്ഷേ പല സമയങ്ങളിലും എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ പോകുന്നു എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലാഹ് ചെറുപ്പക്കാരനോട് ഉപദേശിക്കുകയാണ്, ഖയ്യദത്ക ഖതായാക്, മോനെ, നിന്റെ പാപങ്ങളാണ് നിന്നെ ബന്ധിച്ച് കിടത്തുന്നത്. എഴുന്നേൽക്കുന്നതിൽ നിന്നും നിന്നെ കുടുക്കിക്കിടത്തുന്നത് നിന്റെ പകൽ സമയത്ത് നീ ചെയ്യുന്ന തിന്മകളാണ്. ഇന്നൽ അബ്ദല യുദ്നിബു ദൻബ, ഒരാളതാ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഫയഹ്റബു ബിഹി ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം അത് കാരണമായിട്ട് അവന് തടയപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അതുകൊണ്ട് രാത്രി നിസ്കരിക്കാൻ കഴിയണോ? ഹറാമുകൾ ചെയ്യരുത്. പകൽ സമയത്ത് നല്ല ജീവിതം ജീവിക്കണം. കണ്ടോ? അപ്പോൾ രാത്രി നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവൻ പകൽ തിന്മ ചെയ്യൂല, രാത്രി നിസ്കരിക്കുന്നവൻ പകൽ തിന്മ ചെയ്യൂല. ഒന്നൊന്നിന് സഹായകമായിട്ട് വരികയാണ്. രാത്രി നിസ്കാരം പതിവുള്ളവന് പകൽ തിന്മ ചെയ്യൂല, രാത്രി നിസ്കരിക്കണം എന്ന് വിചാരിച്ചിട്ട് പകൽ തിന്മ ചെയ്യൂല. അവ രണ്ടും ഒന്നൊന്നിന് സഹായകരമായി തീരുമ്പോ ഒരു ശുദ്ധി, മാനസികമായൊരു ശുദ്ധി, ഒരു പവിത്രത, ജീവിതത്തിലൊരു വല്ലാത്ത ഹറാമുകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ. അപ്പൊ ശൈത്താനിയത്തൊക്കെ പോകും വീട്ടിൽ നിന്ന്. വീട്ടിന്റെ എല്ലാ രൂപത്തിലുള്ള ഷെറുകളും നീങ്ങും. ഇതിനൊക്കെ നമ്മളെ മറ്റേ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തെറിയണം, എടുത്തൊഴിവാക്കണം. ശൈത്താനിക്ക് ഇഷ്ടമുള്ള സംഗീതം, മ്യൂസിക്, ഡാൻസ്, പാട്ട്, ആട്ടം, സിനിമകൾ, സീരിയലുകൾ, മുസൽസലാത്ത്, സംഗീതത്തിന്റെ, നാടകത്തിന്റെ, കുടുംബ സീരിയലുകൾ കണ്ണുനീരൊലിപ്പിക്കുകയാണ് രാത്രികളിൽ പോലും ഇരുന്നിട്ട്. നമ്മളെ ഉമ്മാര് പകലൊക്കെ കരയാണ്, രാത്രി കരയാണ്. എന്താ മോളിക്കുട്ടിക്ക് എന്താ സംഭവിച്ചത്? വാതിലടച്ചതോ ഓപ്പ് എന്താ ചെയ്ത് കൊന്നോ? അവന്റെ കയ്യിൽ തോക്കുണ്ടല്ലോ. ബേജാറില്ല. അവനവന്റെ ഖബർ ചിന്തിക്കുന്നില്ല, പരലോകം ചിന്തിക്കുന്നില്ല. ജേഴ്സിക്കുട്ടിക്ക് എന്താ സംഭവിച്ചു? തോമാച്ചൻ വന്നല്ലോ. ഇനിയിപ്പോൾ എന്താ കഥ? ആരൊക്കെയോ കഥാപാത്രങ്ങളെ പേരൊക്കെ ഫുള്ള് പഠിച്ചു വെച്ച് മാറി ഇരുന്നിട്ട് ഇങ്ങനെ വായും പൊളുത്തിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് സ്ക്രീനിലേക്ക്. എന്താ സംഭവിക്കുന്നത്? കുടുംബിനികളെ കരയിപ്പിക്കുന്ന സീരിയലുകൾ എന്ന് പറഞ്ഞിട്ട് ആ പരസ്യം തന്നെ അങ്ങനെ ആവുക. അങ്ങനെ ടിവിൻ്റെ ഒക്കെ ചോട്ടിൽ ഇപ്പൊ പാത്രം വെക്കേണ്ടി വരും. കണ്ണീരിങ്ങനെ ഒഴുകും. കണ്ണീര് സീരിയലുകൾ നാം പറയുന്ന ചെയ്യുന്നത്. എത്ര നമ്മുടെ സമുദായത്തിന് പറ്റിയത്? എന്താ നമ്മുടെ മുസ്ലിം സമുദായത്തിന് സംഭവിക്കുന്നത്? എന്നിട്ട് ഓരോ വൃത്തികെട്ട രൂപത്തിലുള്ള ഓരോ പ്രോഗ്രാമുകൾ നമ്മൾ ആസ്വദിക്കണം. നമ്മളെ വീട്ടിലെല്ലാവരും ചാനൽ. ഇതൊക്കെ ഒഴിവാക്കാൻ നമുക്കിനി സമയമായിട്ടില്ലേ സഹോദരന്മാരെ? ഈ വക തിന്മകളൊക്കെ നമ്മുടെ വീട്ടിൽ നിലനിർത്തിയിട്ട് പിന്നെ രാത്രി നിസ്കരിച്ച കാര്യമൊന്നും ഉണ്ടാവില്ല. നിസ്കരിക്കാൻ ശൈത്താനായിട്ട് സമ്മതിക്കൂല. കാരണം ശൈത്താൻ അവിടെ തന്നെ നമ്മൾ പാർപ്പിക്കുന്നുണ്ട്. എല്ലാ പരിപാടിയും അവിടെ ഉണ്ട്, എല്ലാം അവിടെ ഉണ്ട്. മൂപ്പരുടെ വിളനിലമാണത്. അതിന്റെ അടിയിൽ നിന്ന് എങ്ങനെ എഴുന്നേൽപ്പിക്കുക? കിടന്നിറങ്ങിക്കോന്ന് പറയും. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ വേണം. അതിനാണ് നമ്മുടെ ഉണർന്നെഴുന്നേൽപ്പിൽ നമ്മൾ അതൊരു പതിവാക്കണം, കുറഞ്ഞ തോതിലാണെങ്കിലും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ 41ഓളം പ്രഭാഷണങ്ങളിലൂടെയായി നമ്മുടെ ഈ വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടേതായ അവതരണങ്ങളിലും വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിലും ചിലപ്പോൾ അറബി ഇബാറത്തുകൾ, ആയത്ത്, ഹദീസുകൾ വായിച്ചതിലും പാരായണം ചെയ്തതിലുമൊക്കെ മനുഷ്യ സഹജമായ നിലക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഈ വിഷയങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുന്ന എൻ്റെ എല്ലാ ശ്രോതാക്കളോടും കേൾവിക്കാരോടും പറയാനുള്ളത്, ഇതിൻ്റെ അവതരണത്തിൽ വന്നുപോയിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയോ തിരുസുന്നത്തിൻ്റെയോ കാര്യങ്ങൾക്ക് ഏതെങ്കിലും നിലക്ക് വിരുദ്ധമായതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തെളിവ് സഹിതം ഈ ഉള്ളവന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തിരുത്താൻ തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കർമ്മങ്ങൾ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന ഈ വിഷയത്തിൻ്റെ പരമ്പരയിൽ രാവിലെ ഉണർന്നെഴുന്നേറ്റത് മുതൽക്കുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തെ കൃത്യമായ നിലക്ക് ബാധിക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളെല്ലാവരും പരമാവധി പരിശ്രമിക്കുക. ഈ പ്രഭാഷണം നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഹദിയയായി സമർപ്പിക്കണം എന്ന് വസിയത്ത് പറയുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ പ്രഭാഷണത്തിൻ്റെ CD എത്തിക്കണം. അതുപോലെ തന്നെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, കഴിഞ്ഞ ഷാർജയിൽ നടന്ന 84ഓളം പ്രഭാഷണങ്ങളുള്ള പരലോക വിശ്വാസം എന്നത് ഒരാളുടെ രോഗിയായത് മുതൽ മരണം മുതൽ ഖബർ ജീവിതം തുടങ്ങി എല്ലാ വിഷയങ്ങളും ഈ ഉള്ളവന്റെ അറിവിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അഥവാ കഴിവിൽ പെട്ട രൂപത്തിൽ പരിശ്രമിച്ച് അവതരിപ്പിച്ചിട്ടുള്ള, അതും നിങ്ങൾക്ക് കുടുംബങ്ങളിലേക്ക് എത്തിക്കാവുന്ന ഒരു ഹദിയയായി കൊണ്ട് സമർപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. പ്രവാസികൾ കുടുംബങ്ങൾക്കൊക്കെ പലതും ഹദിയ കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ പല പണ്ഡിതന്മാരും അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ
നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ലീവിന് പോകുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ എല്ലാവരും എത്തിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഏതെങ്കിലും ഒരവസരങ്ങളിൽ അവരൊക്കെ ഒന്ന് കേൾക്കുകയും ചിന്തിക്കുകയും ഒരു നല്ല രൂപത്തിലുള്ള ഒരു മനോഭാവത്തിലേക്ക് അവരുടെ മനസ്സ് വളരുകയും ഉയരുകയും ഒക്കെ ചെയ്താൽ ഈ ലോകത്ത് നമ്മൾ നേടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണോ അതിനേക്കാൾ ഖൈറായിരിക്കും അത് എന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു വാക്യം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു ഉപദേശം നമ്മളൊക്കെ ഗൗരവത്തിൽ കണക്കിലെടുത്ത് അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പ്രചാരകരും പ്രബോധകരും അത് പ്രായോഗികമായ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുന്നവരുമൊക്കെ ആയിത്തീരാൻ നമ്മളെല്ലാവരും അത്യധ്വാനം ചെയ്യുക, പരിശ്രമിക്കുക. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ നീ പുറത്തു തരണമേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ മോചിപ്പിക്കണമേ നാഥ. അറിവനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നുമായി തീരുന്ന മുനാഫിഖീങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ. ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള സന്ദർഭമാക്കിക്കൊണ്ട് നീ ഞങ്ങളെ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെയും ഞങ്ങളുടെ സന്താനങ്ങളുടെയും ഞങ്ങളുടെ ഇണകളുടെയും മറ്റെല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അല്ലാഹുവേ നീ പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ മാത്രമാക്കിക്കൊണ്ട് നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അവരിൽ നിന്നൊരിക്കലും ഞങ്ങൾക്ക് സങ്കടമുണ്ടാകുന്ന ദുഃഖമുണ്ടാകുന്ന ഒന്നും തന്നെ കാണാൻ ഇടവരരുത് റബ്ബേ. എല്ലാവിധത്തിലുള്ള കാര്യങ്ങളിലും നിന്റെ എല്ലാ നിലക്കുമുള്ള സഹായങ്ങളും ബർക്കത്തുകളും അനുഗ്രഹങ്ങളും നീ ചൊരിഞ്ഞു തന്നുകൊണ്ട് രണ്ട് ലോകത്തും നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് നീ ഒരുമിച്ച് ചേർക്കണമേ നാഥ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. ربنا لا تؤاخذنا إن نسينا أو أخطأنا والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.